എങ്ങനെയാണ് അഡീഷണൽ കട്ട് ഓഫ് ചെയ്യേണ്ട വിധം എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം മീറ്റിംഗ് എടുക്കുക. മീറ്റിങ്ങിനകത്ത് നമ്മളിപ്പോൾ ചെയ്ത ഒരു ഗ്രൂപ്പാണല്ലോ അഡീഷണലായിട്ട് കട്ട് ഓഫ് ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. ഇപ്പോൾ നിലവിൽ കട്ട് ഓഫ് ചെയ്ത് നിർത്തി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും റെഗുലർ 2-3 മാസത്തെ റെഗുലർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് 1 ഇയറോളം പെൻഡിങ് ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് പെൻഡിങ് ഉണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡീഷണൽ കട്ട് ഓഫ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മീറ്റിംഗ് ഓപ്പൺ ചെയ്യുക. നമ്മൾ കട്ട് ഓഫ് ചെയ്യാനായിട്ട് എടുക്കുന്ന, അതായത് അഡീഷണൽ കട്ട് ഓഫ് ചെയ്യാനായിട്ട് എടുക്കുന്ന ആ ഗ്രൂപ്പിൻ്റെ പേര് അവിടെ സെർച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ വ്യൂ ഡീറ്റെയിൽസ് കൊടുക്കുക. അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ മിസ്ഡ് മീറ്റിംഗ് എടുക്കുക. അവിടെ നമ്മൾ ക്രിയേറ്റ് കട്ട് ഓഫ് മീറ്റിംഗ് കൊടുക്കുക. അവിടെ മീറ്റിംഗ് ഡേറ്റ്, നമ്മൾ കട്ട് ഓഫ് ചെയ്ത ഡേറ്റും അല്ലെങ്കിൽ റെഗുലർ ലാസ്റ്റ് ചെയ്ത ഡേറ്റും മീറ്റിംഗ് നമ്പറും കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ മീറ്റിംഗ് ഡേറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എവിടം വരെയാണോ കട്ട് ഓഫ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഏപ്രിൽ മാസം വരെയാണെങ്കിൽ അവിടെ മീറ്റിംഗ് ഡേറ്റ് ഏപ്രിൽ കൊടുക്കുക. അതിനുശേഷം മീറ്റിംഗ് നമ്പർ എന്നുള്ളത് നമ്മൾ ചെയ്ത് വച്ച, അതായത് പഴയ മീറ്റിംഗ് നമ്പർ കഴിഞ്ഞിട്ട് ഏപ്രിൽ വരെ എത്ര മീറ്റിംഗ് നമ്മൾ കൂടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? സബ്മിറ്റ് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ട്രാൻസാക്ഷൻ ചെയ്യേണ്ടതായിട്ടുള്ള പേജ് ഓപ്പണായി വരും. എങ്ങനെയാണ് അഡീഷണൽ കട്ട് ഓഫ് ചെയ്യേണ്ടത്?